യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 3-ാമത് വാക്യത്തിൽ ഇങ്ങനെ ആർപ്പിച്ചിട്ടുണ്ട്: അറിവ് കൂടാതെ ആലോചനയെ മറിച്ച് കളയുന്നോരിവൻ ആർ എന്നുള്ള വാക്യമാണ്. ആലോചനകളെ മാറ്റിമറിക്കുന്നവൻ. വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ മനുഷ്യൻ്റെ ആലോചനകളെ മറിച്ച് കളയുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരുവചനം നമ്മെ ഓർപ്പിച്ചിട്ടുണ്ട്. എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായ മൊർദെഖായിക്ക് വിരോധമായി ഹാമാൻ ചിന്തിക്കുകയും മൊർദെഖായിയെ വകവരുത്തുവാനും ഇല്ലായ്മ ചെയ്യുവാനും ആഴമായി ആഗ്രഹിക്കുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് മൊർദെഖായി ദൈവഭക്തനായിരുന്നു, യഹൂദനായിരുന്നു, ദൈവത്തെ മാത്രമേ താൻ കുമ്പിട്ടാരാധിക്കുകയുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാമാനും മൊർദെഖായിയോട് വൈരാഗ്യമുണ്ടാകുകയും ആ തലത്തിൽ ഭക്തനായ മൊർദെഖായിയെ ഇല്ലായ്മ ചെയ്യുവാൻ ഹാമാൻ ചിന്തിക്കുകയുമാണ്. ആലോചന കഴിച്ച് കുടുംബത്തിൻ്റെ അകത്തളത്തിൽ മൊർദെഖായിയെ വകവരുത്തുവാനുള്ള ആലോചനാ മീറ്റിങ്ങിന് ശേഷം പുറത്ത് മനോഹരമായൊരു കഴുകുമരമൊരുക്കി അതിൽ മൊർദെഖായിയെ തൂക്കിക്കളയുവാനായിട്ട് ആലോചന കഴിച്ചു. എന്നാൽ ഹാമാൻ്റെ ആലോചനയെ ദൈവം മറിച്ച് കളഞ്ഞിട്ട് മൊർദെഖായിക്ക് പകരം ഹാമാനെ തന്നെ ആ കഴുകുമരത്തിൽ തൂക്കുവാൻ ഇടയായി തീർന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന മൊർദെഖായിയെ മാനിക്കുവാനും അനുഗ്രഹിപ്പാനും ഉയർത്തുവാനും ദൈവം ആഗ്രഹിച്ചു. ആ തലത്തിലുള്ള ദൈവത്തിൻ്റെ ആലോചനയെ മറിച്ച് കളയുവാനായിട്ട് മനുഷ്യർക്കാർക്കും സാധിച്ചില്ല എന്ന് വ്യക്തമായി തെളിയിക്കപ്പെടുകയാണ്. ഹാമാൻ്റെ മരണശേഷം ഹാമാൻ താമസിച്ചിരുന്ന ഭവനമടക്കം ഏറ്റവും ഉത്തമവും ശ്രേഷ്ഠവും അനുഗ്രഹീതവുമായിട്ടുള്ള സ്ഥാനങ്ങളും ഉയർച്ചകളും നന്മകളുമൊക്കെ മൊർദെഖായിയുടെ ജീവിതത്തിൽ ദൈവം അവന് നൽകിക്കൊടുക്കുകയും ചെയ്തതായ ചരിത്രവും ആ ഭാഗത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ എന്താണ് നമ്മെ ഓർപ്പിച്ചുണർത്തുന്നത്? മനുഷ്യൻ്റെ ആലോചനയെ പൂർണ്ണമായി മറിച്ചു കളഞ്ഞ് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മെ ആധികാരികമായി ഓർപ്പിക്കുക തന്നെയാണ്. എന്നാൽ ഒരു ഭക്തന് വിരോധമായുള്ള മനുഷ്യൻ്റെ ആലോചനകളെ, മനുഷ്യൻ്റെ പദ്ധതികളെ പൂർണ്ണമായി മാറ്റിമറിച്ചുകൊണ്ട് ദൈവം തൻ്റെ പദ്ധതികൾ പൂർണ്ണമായി നിവർത്തിക്കുക തന്നെ ചെയ്യുന്നു എന്നും ഈ വാക്യത്തിനകത്ത് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മൊർദെഖായിയെ ദൈവം നടത്തുകയും അവസാനത്തേതിൽ ഏറ്റവും ശ്രേഷ്ഠമായതിലെത്തിക്കുകയും ചെയ്തപ്പോൾ തന്നെ ദൈവാലോചനയെ മറിച്ചു കളയുവാൻ നോക്കിയ ഹാമാൻ്റെ ജീവിതം എന്നേക്കുമായി തകർന്നു തരിപ്പണമായി പോവുകയും തൻ്റെ ആലോചനകളെ ദൈവം മറിച്ചു കളയുവാനും ഇടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവിളി കേട്ടിറങ്ങിത്തിരിച്ച നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചനയിൽ നാം പോകുന്നുവെങ്കിൽ അതിനെ മറിച്ചിടുവാൻ
ഏത് വ്യക്തി പരിശ്രമിച്ചാലും അത് അസാധ്യമാണെന്നും ദൈവത്തിൻ്റെ ആലോചനയെ മറിച്ചു കളയുവാൻ ആർക്കും കഴിയില്ലെന്നും മനസ്സിലാക്കി ദൈവാലോചനയ്ക്ക് നിലനിൽപ്പാനും ദൈവാലോചന പ്രകാരം മുന്നേറുവാനും നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിനെൻ്റെ കേൾവിക്കാരെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, അങ്ങയുടെ ആലോചനയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ തിരിഹിതത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി ഞങ്ങൾക്ക് നിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.